പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നല്ല തമ്പുരാനെ, നിന്റെ സന്നിധിയിൽ ഈ നിമിഷമായിരിക്കുവാൻ നീ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പരിശുദ്ധമായ സമയത്തെയോർത്ത് പ്രപഞ്ചത്തിൻ്റെ ഉറവിടമായ ഈശോയെ നിന്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത് വലിയ സ്വപ്നങ്ങളുമായാണ്. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ട നിരവധി സ്വപ്നങ്ങൾ, പൂർത്തിയാക്കേണ്ട നിരവധി പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈശോയുടെ വചനം എല്ലാ ചോദ്യങ്ങൾക്കും, എല്ലാ സംശയങ്ങൾക്കും, എല്ലാ പദ്ധതികൾക്കുമുള്ള ഉത്തരമാണ്. നാം ദൈവത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ്, വിലപ്പെട്ടവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ്റെ സുവിശേഷം ഈശോയുടെ ദൈവത്വത്തെയും സൃഷ്ടിയിലുള്ള അവൻ്റെ പങ്കാളിത്തത്തെയും കുറിച്ചുള്ള ആണ് തുടങ്ങുന്നത്. അതിൽ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: സകലവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിൽ വലിയൊരു ആശ്വാസം, വലിയൊരു സ്നേഹം, വലിയൊരു കരുതൽ അടങ്ങിയിരിപ്പുണ്ട്. സകലവും അവനിലൂടെയുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ, അതായത് നാം ഓരോരുത്തരും ആകസ്മികമായി ഉണ്ടായതല്ല. നിങ്ങളിവിടെ എത്തിച്ചേർന്നത് വെറുമൊരു യാദർച്ഛിക സംഭവമല്ല. നാം ആയിരിക്കുന്ന ഭവനങ്ങൾ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതൊന്നും യാദർച്ഛികമായ സംഭവമല്ല. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ തരി മുതൽ സൂര്യനും ചന്ദ്രനും വരെയുള്ള സകലവും അവനിലൂടെ ഉണ്ടായതാണ്. അതുകൊണ്ട് നിങ്ങളും നാം ഓരോരുത്തരും അവനിലൂടെ തന്നെ ഉണ്ടായതാണ്. നമ്മുടെ മുടിയുടെ എണ്ണം പോലും അറിയുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളെക്കുറിച്ചും അറിയാം. നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചറിയാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ പോലും അവൻ്റെ അറിവിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നാം കാണുന്ന എല്ലാ കുറവുകളും, തകർച്ചകളും, ശൂന്യതകളും ദൈവത്തിൻ്റെ അറിവോടെ തന്നെയാണ്. അവൻ്റെ അറിവില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈശോ തരുന്നതാണ്, ദൈവം തരുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷേ ഈശോ അറിയുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഈ വേദനകളെ പോലും നമ്മിലേക്ക് തിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹം നമ്മെ ഓരോ നിമിഷവും താങ്ങി നിർത്തുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു കലാസൃഷ്ടിയായി മാറുകയാണ്. ഈശോ ഒരു ശില്പിയെ പോലെ നമ്മളെ രൂപപ്പെടുത്തിയിടുകയാണ്. ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മെ അളവില്ലാതെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെയായിരിക്കണം, നമ്മൾ ഇവിടെ ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വേദനകൾക്കിടയിലാണെങ്കിൽ പോലും നമ്മെ തമ്പുരാൻ കരുതിക്കൊണ്ട് അവിടെ നിർത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെയുള്ളത്. അത് ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ, ഇവിടെയുള്ളത് അവിടെ നമ്മെ സ്നേഹിച്ചതുകൊണ്ടും നാം അവിടെ ആയിരിക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചതുകൊണ്ടുമാണ്. അവൻ്റെ സ്നേഹം ഒരു നിമിഷം പോലും നമ്മളിന്നും അകന്നു പോയിട്ടില്ല. ഈശോ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹിക്കുന്നു. നമ്മുടെ കുറവുകളോ പാപങ്ങളോ നമ്മുടെ രൂപമോ നമ്മുടെ പദവിയോ ഒന്നും അവിടുത്തെ സ്നേഹത്തിന് തടസ്സമാകുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനാണ് ഓരോരുത്തരുടെ രൂപവും ഭാവവും സമ്പത്തും സൗന്ദര്യവും ഒക്കെ അവരുടെ സ്നേഹത്തിന് കാരണമായി തീരുന്നത്. എന്നാൽ ദൈവത്തിന് പ്രത്യേകമായ ഒന്നും തടസ്സമാകുന്നില്ല, നമ്മുടെ കുറവുകളും നമ്മുടെ കഴിവുകളും ഒന്നും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. അവൻ്റെ കരം നമ്മെ എപ്പോഴും താങ്ങി നിർത്തുന്നുണ്ട്.